വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോടയാണ് ചെയ്യുന്നത്. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ലാസ്റ്റിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും. ചിക്കൻ പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലുള്ളതോ എല്ലില്ലാത്തതോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതുപോലെ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ ചിക്കൻ നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ നാരങ്ങ നീരാണ്. അപ്പോൾ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു നാരങ്ങ നീരും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം നമ്മൾക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ മേലെ തട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴായിരിക്കും ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇനി നമുക്കിതിലേക്ക് പക്കോടയ്ക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. ആദ്യം ചിക്കനും ഈ പൊടികളും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ പക്കോട ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്കൊരു 3 ടീസ്പൂൺ വെള്ളമാണ് ആകെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോടയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഉള്ളിലെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പക്കോട ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു സ്റ്റാർട്ടറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പക്കോടയാണ്. ഈ ഒരു പക്കോടയിൽ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചേർത്ത് തന്നെ ഈ ഒരു പക്കോട ഉണ്ടാക്കാം. നമ്മുടെ പക്കോടയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാട്ട് മസാല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബൗളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടും. ടേസ്റ്റി ആയിട്ടുള്ള ഈ പക്കോട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.